ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹ് ക്ലാസ് 286 വൈവാഹിക ജീവിത നിയമങ്ങളാണ് പറയുന്നത്. വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം. യാ മാശറ ശബാബി, യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത്ത, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിവാഹ ജീവിതം നയിക്കുമ്പോൾ ആവശ്യമുള്ള ചെലവ് നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ, ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ ചെലവ് കൊടുക്കണം, അതിന് നിങ്ങൾക്ക് സാധ്യമുണ്ടെങ്കിൽ ഫൽ യതസവ്വജ്, അവൻ കല്യാണം കഴിക്കട്ടെ, വിവാഹം കഴിക്കട്ടെ. ഫ ഇന്നഹു, വിവാഹം എന്നുള്ളത് അഗല്ലു ലിൽ ബസരി വ അഹ്സനു ലിൽ ഫർജി, അവൻ്റെ കണ്ണിനെ ചിമ്മാൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ തടഞ്ഞു നിർത്താൻ, അതായത് ആവശ്യമില്ലാത്തതിലേക്കുള്ള നോട്ടങ്ങളിൽ നിന്ന് കണ്ണിന് തടസ്സമുണ്ടാക്കാൻ, ഒരു തടസ്സത്തിന് ഏറ്റവും നല്ലതാണ് നിക്കാഹ്. അതേപോലെ ഗുഹ്യ ഭാഗത്തിൻ്റെ ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന കാര്യവുമാണ് നിക്കാഹ്. കാരണം നിക്കാഹിലേക്ക് പ്രവേശിച്ച് തനിക്ക് അനുവദനീയമായ നോട്ടവും വൈകാരിക ശമനങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഇവൻ അനാചാരത്തിൽ നിന്നും വേണ്ടാത്തതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും. ഈ ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമല്ലാ രണ്ടാളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവാഹു ഷെയ്ഖാൻ. വൻ നിക്കാഹു, നിക്കാഹ് എന്നത് ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ അല്ലൊമ്മു, കൂട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ വൽ വത്ഉ, ലൈംഗിക ബന്ധത്തിലേർപ്പെടൽ, അതിനും നിക്കാഹ് എന്ന് ഭാഷാർത്ഥത്തിൽ പറയാറുണ്ട്. വ ഷറഅൻ, ഷറഇൻ്റെ വീക്ഷണത്തിൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ, നിക്കാഹ് എന്നതുകൊണ്ട് ഇസ്ലാമിക ഫിഖ്ഹ് ഉദ്ദേശിക്കുന്നത് അഖദുൻ, ഒരിടപാടാണ്. ഏതിടപാട്? യതളമ്മനു, അത് ഉൾക്കൊള്ളിക്കും, ഇബാഹത്തൽ ഇസ്തിംതാഇൽ മുവക്കത്തി ബി മൗത്തി അഹദി സൗജൈനി, ഇണയും തുണയുമായി വരുന്ന, പരസ്പരം ഇണകളായി വരുന്ന രണ്ടാളുകൾ, ഒരാണും ഒരു പെണ്ണും, ഇവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ മരണം കൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ട സുഖിക്കൽ, പരസ്പരം സുഖിക്കൽ, ആ സുഖിക്കലിനെ അനുവദിക്കുന്ന, ആ അനുവാദം ഉൾക്കൊള്ളുന്ന ഒരു ഇടപാടിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. നിക്കാഹ് നടന്നു കഴിയുമ്പോൾ അവിടെ ഒരാണും പെണ്ണും തമ്മിൽ പരസ്പരം സുഖിക്കാനുള്ള ഒരു അനുവാദം അതിലൂടെ ഉൾക്കൊള്ളുന്നു. ആ സുഖം എന്ന് പറയുന്നത് ഈ രണ്ടിൽ ഒരാളുടെ മരണം കൊണ്ടാണ് അതിന് സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആ ബന്ധം മുന്നോട്ട് തുടർന്നാൽ മരണം വരെ ആ സുഖിക്കൽ നീണ്ടു നിൽക്കാം. ഏതെങ്കിലും ഒരാളുടെ മരണത്തിൽ പിന്നെ ഈ ബന്ധം മുറിഞ്ഞു പോയല്ലോ. വയജൂസു റഫ്ഉഹു, എന്നാൽ ഇടയിൽ വെച്ച് ഈ ബന്ധത്തെ ഇല്ലായ്മ ചെയ്യാം. ബിനഹവി ത്വലാഖിൻ, ത്വലാഖ് പോലെയുള്ള കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഈ ബന്ധത്തെ ഇല്ലായ്മ ചെയ്യലും നടക്കും. സുന്നത്താണ് ഈ നിക്കാഹ് എന്നത്, സുന്നത്താണ്. മിനരിജാലി, പുരുഷന്മാരിൽ നിന്ന്, ലി തായിഖിൻ ഖാദിരിൻ അലാ മുഅനിഹി, ആ നിക്കാഹ് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ആവശ്യം വരുന്ന ചെലവുകളുണ്ട്, പെണ്ണുങ്ങൾക്കുള്ള ചെലവുകൾ, നടത്തിക്കൊണ്ടു പോകാനുള്ള, ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചെലവ്, ആ ചെലവ് കൊടുക്കാൻ കഴിവുള്ള, ഈ വിഷയത്തിലേക്ക് ഒരു ഇണയോടുകൂടെ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള ഏത് പുരുഷനുണ്ടോ അവനൊക്കെ ഇത് സുന്നത്താകുന്നു. ആണുങ്ങളിൽ ആർക്കാണ് നിക്കാഹ് സുന്നത്താകണത് എന്ന് പറഞ്ഞു. ഒമിനൻ നിസാ, ഈ പെണ്ണുങ്ങളിൽ നിന്ന്, ലി തായിഖത്തിൻ വ മുഹ്താജത്തിൻ, ഇങ്ങനെ ആഗ്രഹമുള്ള, ഒരു ഇണയുമായി ചേർന്ന് ജീവിക്കണമെന്ന്, പുരുഷനുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ്. മാത്രമല്ല മുഹ്താജത്തിൻ നഫക്കത്തി, അവൾക്ക് ചെലവ് കിട്ടേണ്ട, ജീവിത വകകൾ കിട്ടേണ്ട ആവശ്യവുമുണ്ട് അവൾക്ക്. അങ്ങനെയുള്ള പെണ്ണിന്, അവർക്കൊക്കെ ഈ നിക്കാഹ് എന്നത് സുന്നത്താണ്. വ ഖായിഫത്തിൻ മിനൽ ഫജറത്തി, തെമ്മാടികളായ ആളുകളെ സംബന്ധിച്ച്
പേടിയുള്ള പെണ്ണുങ്ങൾ അവർക്കും സുന്നത്താണ്. അതായത് തെമ്മാടികളായ ആളുകൾ ഇവളെ ഏതെങ്കിലും നിലയിൽ അപായപ്പെടുത്തുമോ, ഇവൾക്ക് ഏതെങ്കിലും നിലയിൽ ഉപദ്രവം വരുത്തുമോ എന്ന് പേടിക്കുന്നൊരു പെണ്ണ്. അപ്പോൾ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എല്ലാ നിലയിലുള്ള അവളുടെ സംരക്ഷണം, അവളുടെ ആഗ്രഹ സഫലീകരണം, അതിനൊക്കെ ആണല്ലോ ഭർത്താവ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് നിക്കാഹ് സുന്നത്താണ്. വലിനിക്കാഹി ഫവായിദു കസീറ, ധാരാളം ഫായിദകൾ, പ്രയോജനങ്ങൾ നിക്കാഹിന് ഉണ്ട്. മിൻഹ, അതിൽപ്പെട്ട പ്രയോജനങ്ങളിൽപ്പെട്ടതാണ് ഇത്തിബാഉ സുന്ന, ഒന്ന് സുന്നത്തിനോട് അനുധാവനം ചെയ്യൽ, അനുഗമിക്കൽ. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ഈ പരിശുദ്ധമായ വഴി കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ വഴിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ തങ്ങളെ ചര്യ പിൻപറ്റലായി. വസ്തിഫാഉൽ ലദ്ദത്തി, മാത്രമല്ല നമ്മൾ ഒരു ശാരീരികമായ സുഖവും രസവും അതിനെ പൂർത്തീകരിച്ചെടുക്കലും ഇവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ രസിക്കാനുള്ള, ഒരാനന്ദം കൊള്ളാനുള്ള ഒരു സ്വാഭാവികമായ, ഒരു സഹജമായ ഒരു ശൈലി മനുഷ്യൻ വളർന്നു വരുമ്പോൾ ഉണ്ടാകും. ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കൽ എന്നുള്ളത് നിക്കാഹിലൂടെയാണ് നടക്കുന്നത്. മാത്രമല്ല വഹിഫുദ്ദീനി, ഇവൻ്റെ ദീനിൻ്റെ സംരക്ഷണവും അവിടെയാണ്. കാരണം ഈ നിക്കാഹില്ലെങ്കിൽ അവൻ ദീനിൻ്റെ ഋജുവായ പാത, നല്ല പാതയിൽ നിന്ന്, സുന്ദരമായ ജീവിതശൈലിയിൽ നിന്ന് അവൻ തെറിച്ചു പോകും, അവൻ അകന്നു പോകും. പിന്നെ ബഖാ ഉന്നസിലി, പരമ്പരയുടെ നിലനിൽപ്പ്. ഒരാൾ കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുമ്പോഴാണല്ലോ അവന് മക്കളുണ്ടാകുന്നു, അങ്ങനെ ആ മക്കൾക്ക് പിന്നെ മക്കളുണ്ടാകുന്നു, അങ്ങനെ തലമുറ നിലനിൽക്കുന്നു. അതൊക്കെ നിക്കാഹിൻ്റെ ഫായിദകളാണ്. അടുത്തത് അസ്സിഫാഹു, വ്യഭിചാരം. അസിന ഹറാമുൻ, വ്യഭിചാരം ഹറാമാണ്. മൂബിക്കുല്ലിൽ അഅമാലി, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിഷ്ഫലമാക്കി കളയുന്ന, നശിപ്പിച്ച് കളയുന്ന, വലിയ ബറക്കത്തില്ലാത്ത ഒരു പണിയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ബറക്കത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യമാണ് വ്യഭിചാരം. മനുഷ്യൻ്റെ അമലുകളെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണത്. ഫഇന്നഹു ഫാഹിഷത്തുൻ, വ്യഭിചാരം എന്ന് പറയുന്നത് മഹാമോശപ്പെട്ട കാര്യമാണ്. തഖ്തലിത്തു ബിഹൽ അൻസാബു, അതുകൊണ്ട് ഇവിടെ നസബുകൾക്ക്, നസബുകൾ എന്ന് പറയുമ്പോൾ കുടുംബ പരമ്പര, ആ നസബിന്, തറവാടിത്തം, അതിനൊക്കെ പരസ്പരം തിരിച്ചറിയായ്മയും കൺഫ്യൂഷനും സംഭവിക്കും. കാരണം ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിൻ്റെ പുറമെ വേറെ ആളുകൾ വ്യഭിചരിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി, കുട്ടികളെ പറ്റിയൊക്കെ സംശയങ്ങൾ വരും. തന്തഹിക്കു ബിഹൽ ഹുറുമാത്തു, ഈ മോശമായ ഈ കാര്യം കൊണ്ട് എല്ലാ ബഹുമതികളും, ഹുർമത്തുകൾ, മാന്യതകളൊക്കെ ഇല്ലാതെയായി പോകും. തൻഹാറു ബിഹൽ അഖ്ലാഖു, സ്വഭാവം, നല്ല സ്വഭാവങ്ങളൊക്കെ ഇതുകൊണ്ട് തകർന്നു പോകും. തൻഹല്ലു ബിഹൽ ഉസറു, കുടുംബങ്ങളൊക്കെ ഛിന്ന ഭിന്നമാകാനും ഇത് കാരണമാകും. തന്തശിറു ബിഹൽ അംറാദു, ഇതുകൊണ്ട് രോഗങ്ങളും വല്ലാതെ പെരുക്കും. വ്യഭിചാരം എന്നുള്ളത് മനുഷ്യനിൽ രോഗങ്ങൾ പെരുക്കാൻ കാരണമാകും. ഖാലല്ലാഹു തആല, അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷത്തൻ, അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. വസാഅ സബീല, മനുഷ്യൻ്റെ ജീവിത വഴികളിൽ വളരെ മോശപ്പെട്ട, വൃത്തികെട്ട ഒരു മാർഗമാണത്, വഴിയാണത്. സൂറത്തുൽ ഇസ്രാഇൻ്റെ 32-ാമത്തെ ആയത്ത്. ലം യക്തഫിൽ ഇസ്ലാമു ഫി തഹരീമി ബിസിന, ഹറാമാക്കുന്ന വിഷയത്തിൽ, ഹറാമാണെന്ന് പറയുന്ന വിഷയത്തിൽ ഇസ്ലാം വ്യഭിചാരം എന്ന വിഷയത്തിൽ ഒതുക്കി നിർത്തിയില്ല. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ഹറാമാണെന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല. ബൽ സദ്ദ അൻഹു ജമീ അൽ അബ്വാബി, വ്യഭിചാരത്തിൻ്റെ എല്ലാ കവാടങ്ങളെയും പരിശുദ്ധ ദീൻ കൊട്ടിയടച്ചു.
വഖതഅ അൻഹു ജമീഅൽ അസ്ബാബി, വ്യഭിചാരത്തിലേക്ക് എത്താൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളെയും വിശുദ്ധ ഇസ്ലാം അറുത്തു മുറിച്ചു കളയുകയാണ് ചെയ്തത്. ഫഹറമ, അങ്ങനെ ഇസ്ലാം ഹറാമാക്കി, കുല്ലമാ യുവദ്ദി ഇലൈഹി മിനൽ വസായിലി, വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേർക്കാവുന്ന, കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളെയും ഇസ്ലാം ഹറാമാക്കി. അതെന്താ? മിനൻ നദരി, അരുതാത്ത നോട്ടങ്ങൾ, വൽ മസ്സി, സ്പർശനം, വൽ ഖൽവത്തി, തനിച്ചാവല്, ആണും പെണ്ണും തനിച്ചാവല്, വത്തബറുജി, മറ്റുള്ളവരെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള ചമയങ്ങൾ, സ്ത്രീകളുടെ ചമയങ്ങളും കുഴഞ്ഞാട്ടവും, അതൊക്കെ. ഒലിഖ്തിലാത്തി, ആണും പെണ്ണും തമ്മിലുള്ള കലരൽ, ഇതിനെയൊക്കെ പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കി. കാരണം ഇതുകൊണ്ടൊക്കെ വന്നു ചേരാൻ പോകുന്നത് വ്യഭിചാരം എന്ന സംഗതിയാണ്. അപ്പം അതിൻ്റെ കവാടങ്ങൾ, അതിലേക്കുള്ള സാധ്യതകൾ പോലും അടച്ചു വച്ചു. അടയ്ക്കുന്ന നിയമങ്ങളാണ് വിശുദ്ധ ദീൻ വെച്ചത്. ഫയഹ്റുമു അലർ റജുലി, അപ്പോൾ ഒരു പുരുഷന് ഹറാമാണ്, വലൗ ഹരിമൻ, ആളൊരു വൃദ്ധനാണെങ്കിലും ശരി, അയാൾക്ക് ഹറാമാണ്. തഅമ്മുദു നദരി ഷൈഇൻ മിൻ ബദനി അജനബിയ്യത്തിൻ, അന്യ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗം മനഃപൂർവ്വം നോക്കൽ എന്നുള്ളത് പുരുഷൻ ചെയ്യൽ ഹറാമാണ്, പാടില്ല. ഏത് അന്യ പെണ്ണാണ്? ബലഗത്ത് ഹദ്ദൻ തുഷ്തഹാഫീഹി, അവളെ എതിർലിംഗത്തിൽപ്പെട്ട ഒരു പുരുഷന് കാണുമ്പോൾ ഒരാഗ്രഹം വരുന്നു. ആ ആഗ്രഹം വരാവുന്ന ഒരു പരിധിയിലേക്ക്, ഒരവസ്ഥയിലേക്ക് എത്തിയതായ അന്യപെണ്ണ്, ആ അന്യപെണ്ണിൻ്റെ ശരീരം, ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം മനഃപൂർവ്വം നോക്കൽ, അത് ഹറാമാണ്. വലൗ ഷൗഹ, ആ പെണ്ണൊരു വിരൂപിയായ പെണ്ണാണെങ്കിലും, ഔ അജൂസൻ, അവൾ ഒരു പ്രായമെത്തിയ കിഴവിയാണെങ്കിലും, ഔക്കാനൻ നളറു ബിഗൈരി ഷഹ്വത്തിൻ, അല്ലെങ്കിൽ അവിടെ നോട്ടം എന്നുള്ളത് വൈകാരികത ഇല്ലാത്ത രീതിയിലാണെങ്കിലും, വികാരമില്ലാത്ത രീതിയിലാണെങ്കിലും, ഔ അമിന ഫിത്നത്തൻ, അതല്ലെങ്കിൽ ഇവന് ഫിത്നയെ നിർഭയമായാലും ശരി, എന്ന് പറഞ്ഞാൽ ആ നോട്ടം കൊണ്ട് മറ്റൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവൂല എന്ന് ഇവന് നല്ല ഉറപ്പുണ്ട്, എന്നാലും ശരി. അപ്പം കഥാ യഹ്റുമു, ഇതുപോലെ തന്നെ ഹറാമാണ്, തഅമ്മുദു നദരിൽ മർഅത്തി ഷൈഅം മിൻ ബദനി അജ്നബിയ്യൻ, അന്യ പുരുഷൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഒരു ഭാഗവും പെണ്ണ് ഇങ്ങോട്ട് നോക്കലും, പുരുഷനിലേക്ക് നോക്കലും, അതും മനഃപൂർവ്വം നോക്കൽ ഹറാമാണ്. അലൽ മുഅ്തമദി, പ്രബലമായ അഭിപ്രായം അങ്ങനെയാണ്. ഖാലല്ലാഹു തആല, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം, കുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് തങ്ങളെ അങ്ങ് പറയണം, നബിയെ അങ്ങ് പറയണം, നിർദ്ദേശം കൊടുക്കണം. അങ്ങനെ നിർദ്ദേശം കൊടുത്താൽ യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ ചിമ്മും. അപ്പോൾ കണ്ണുകളെ ചിമ്മാൻ അവരോട് നിർദ്ദേശം കൊടുക്കണം. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യഭാഗങ്ങളെ നിർദ്ദേശം കൊടുത്താൽ അവർ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ സൂക്ഷിക്കാനുള്ള നിർദ്ദേശവും കൊടുക്കണം. ദാലിക അസ്കാലഹും, അതാണ് അവർക്ക് പരിശുദ്ധമായ ഒരു ജീവിത രീതി. ഇന്നല്ലാഹ ഖബീറുൻ, അള്ളാഹു എല്ലാം അറിയും. ബിമാ യസ്നഊൻ, ആളുകൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അറിയുന്നുണ്ട്. വകുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് പറയണം നബിയെ, അങ്ങനെ പറഞ്ഞാൽ യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ കണ്ണുകളെ അവർ ചിമ്മും, അവരടയ്ക്കും എന്ന് പറഞ്ഞാൽ അരുതാത്ത കാഴ്ചകളിലേക്ക് പോകാതെ, അതേപോലെ അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്യും. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, പെണ്ണിൻ്റെ ശരീര അലങ്കാരത്തിൽ നിന്ന് സാധാരണഗതിയിൽ പ്രകടമാകുന്നത് അല്ലാതെ അവൾ ഒരിക്കലും വെളിവാക്കാൻ പാടില്ല. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഒന്നും വെളിവാക്കാൻ പറ്റൂല. അല്ലാതെ സാധാരണഗതിയിൽ അവളുടെ ശരീരത്തിൽ നിന്ന് സാധാരണ ഘട്ടങ്ങളിലൊക്കെ പ്രകടമാകാറുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും പണിയൊക്കെ എടുക്കുന്ന സമയത്ത്, അതല്ലാതെ അവൾ വെളിവാക്കാൻ പാടില്ല. വൽ യദ്രിബ്ന
ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. പെണ്ണുങ്ങൾ അവരുടെ മാറിടങ്ങളുടെ ഭാഗത്തേക്ക് അവരുടെ മുഖമക്കനകളെ, മൂടുപടങ്ങളെ അവർ താഴ്ത്തിയിടട്ടെ. പരിശുദ്ധമായ ഖുർആനിൻ്റെ നിർദ്ദേശമാണ്. സൂറത്തുൽ നൂറിൻ്റെ 30-31 ആയത്തുകളിൽ നമുക്ക് കാണാം. വയഹറുമുൽ ലിവാത്തു വസ്സിഹാഖു, സ്വവർഗരതി എന്ന് പറയുന്നത് അത് ഹറാമാണ്. ലിവാത്തു എന്ന് പറയുമ്പോൾ പുരുഷൻ പുരുഷനെ കാമം ശമിപ്പിക്കാൻ വേണ്ടി സമീപിക്കുക. സിഹാക്ക് എന്ന് പറയുമ്പോൾ പെണ്ണ് പെണ്ണുമായിട്ടുള്ള ലൈംഗിക കൂത്താട്ടം, പേക്കൂത്തുകൾ, ഇതൊക്കെ ഹറാമാണ്. തഅമ്മുദു നളരി ശൈഇൻ മിൻ ബദനി അംറദ ജമീലിൻ അജ്നബിയിൻ, അന്യനായ സുന്ദരനായ താടിയും മീശയും മുളയ്ക്കാത്ത ആൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു ഭാഗം പോലും നോക്കൽ, മനഃപൂർവം നോക്കൽ ഹറാമാണ്. വമസ്സുഹു, ആ ശരീരത്തിൻ്റെ ഭാഗത്ത് തൊടലും ഹറാമാണ്. വമുലാജഅത്തു റജുലൈനി, 2 പുരുഷന്മാർ ചേർന്ന് കിടക്കൽ, അവിമ്രഅത്തൈനി അല്ലെങ്കിൽ 2 പെണ്ണുങ്ങൾ, ആരിയൈനി നഗ്നരായിട്ട് ചേർന്ന് കിടക്കൽ, ഫീ ഫിറാഷിൻ വാഹിദിൻ ഒരു വിരിപ്പിൽ നഗ്നരായിട്ട് കിടക്കുക. വഇല്ലം യതമാസാ, അവർ രണ്ടാളും പരസ്പരം സ്പർശിക്കുന്നില്ലെങ്കിലും ശരി. കുല്ലുമാ ഹറുമ നളറുഹു ഹറുമ മസ്സുഹു, ഏതൊക്കെ ഭാഗങ്ങൾ എവിടെയൊക്കെ നമ്മൾ നോട്ടം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ നോട്ടം ഹറാമാണെന്ന് പറഞ്ഞ ഇടങ്ങളെല്ലാം തൊടലും ഹറാമാണ്. അത് തൊടലും ഹറാമാണ്. കുല്ലുമാ ഹറുമ നളറുഹു മുത്തസിലൻ ഹറുമ നളറുഹു മുൻഫസിലൻ, ഒരു ശരീരഭാഗം അത് ഒരു മനുഷ്യ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് നോക്കൽ ഹറാമാണ് എങ്കിൽ ആ ശരീരഭാഗം ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പുറത്തെവിടെയെങ്കിലും കിടക്കുന്നുവെങ്കിൽ അതും അപ്പോഴും നോക്കൽ ഹറാമ് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു അന്യ പെണ്ണിൻ്റെ ഒരു കൈ, ആ കൈ നോക്കൽ ഒരു അന്യ പുരുഷന് ഹറാമാണ്. ആ കൈ എന്നാൽ വെട്ടി മുറിഞ്ഞ് താഴെ കിടക്കുന്നുണ്ട്, അപ്പോഴും അവിടെ നോക്കൽ ഹറാമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷഅരിമ്രഅത്തിൻ, പെണ്ണിൻ്റെ മുടി പോലെ സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് പറയണത്. പെണ്ണിൻ്റെ മുടി, ഒരു പെണ്ണ് മുടി മുറിച്ച് അവിടെ എവിടെയോ കിടക്കുന്നുണ്ട്, ആ മുടി അവളുടെ ശരീരത്തിലുള്ളപ്പോൾ ആ മുടിയെ നോക്കൽ ഹറാമാണ്. അതുപോലെ വേർപിരിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടാൽ അപ്പോഴും നോക്കൽ ഹറാമാണ്. അതേപോലെ ആനത്തി റജുലിൻ, പുരുഷൻ്റെ ഗുഹ്യ ഭാഗം, അതിൻ്റെ കഥയും ഇങ്ങനെ തന്നെയാണ്. ഗുഹ്യ ഭാഗത്തുള്ള രോമം, പുരുഷൻ്റെ ഗുഹ്യ ഭാഗത്തുള്ള രോമം, ആ രോമം അത് ശരീരത്തിൽ നിൽക്കുമ്പോൾ നോക്കൽ ഹറാമാണ്. അത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ് അത് ഒഴിവാക്കി ഇട്ടിരിക്കുകയാണ്, അവിടെയും നോക്കൽ ഹറാമാണ്. അപ്പം അങ്ങനെ ഒരു നോട്ടത്തിൻ്റെ സാധ്യത, ഒരു പെണ്ണിൻ്റെ മുടിയിലേക്കുള്ള നോട്ടത്തിൻ്റെ സാധ്യത ഉണ്ടാവരുത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആണിൻ്റെ പുരുഷ ഗുഹ്യഭാഗത്തെ രോമം അത് നോക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് ഫത്തജിബ് മുവാറാത്തുഹുമ, ഈ 2 പറഞ്ഞ വസ്തുക്കളെയും മറയ്ക്കൽ, ഭൂമിയുടെ ഉള്ളിലേക്ക് മറച്ചു കളയൽ നിർബന്ധമാകുന്നു.